തഅക്കീദുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. തഅല്ലംതുൽ ഖുർആന കുല്ലഹ. ഇവിടെ കുല്ലഹ എന്നുള്ളതിന് ഒന്നും കൂടി, ഞാൻ ഖുർആൻ പഠിച്ചു മുഴുവനും, അതിനൊന്നും കൂടി തഅക്കീദ് ചെയ്യാൻ വേണ്ടി കുല്ലഹു എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന തഅക്കീദ് ഏതാണ്? ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, ഏതാ വരിക? അജ്മഉ എന്നാണോ? അല്ല, അജ്മഅ എന്നാണ് ആൻസർ വരുന്നത്. എന്താണ് വരേണ്ടത്? കുല്ലഹു എന്നതിൻ്റെ കൂടെ തഅക്കീദ് ചെയ്യാൻ വരുന്ന ഏതാണ് വരിക? അജ്മഉ എന്നാണ്. അജ്മഉ എന്നല്ല, ഇവിടെ കുല്ലഹ എന്നതിന് നസ്ബായതുകൊണ്ട് അജ്മഅ, കുല്ലഹ എന്നുള്ളതിന് വരുമ്പോൾ അജ്മഅ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കുല്ല് എന്നതിന് കുല്ല് എന്നതിൻ്റെ വിവിധ രൂപങ്ങളുണ്ട്. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കുല്ലുഹു എന്നാണെങ്കിൽ അജ്മഉ, കുല്ല എന്നാണെങ്കിൽ നസ്ബാമു അജ്മഅ എന്ന് കൊടുക്കണം, വേറെ വിഷയം. കുല്ലുഹ പെണ്ണാണെങ്കിൽ ജംഅ എന്നാണ് വരിക. ക്വസ്റ്റ്യനുകൾ മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുല്ലഹ എന്നതിനോട് കൂടെ തഅക്കീദ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് എന്താണ്? ജംഅ എന്നാണ് വരിക. ഇനി കുല്ലുഹും എന്നുള്ളതിനെ തഅക്കീദ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അജ്മഉന എന്നാണ് വരിക. കുല്ലഹുന്ന, ഒരു കുറേ സ്ത്രീകളെയാണ്, മുഅന്നസിനെയാണ് തഅക്കീദ് കൊടുക്കുന്നതെങ്കിൽ ജുമഅ എന്നാണ് വരിക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണങ്ങൾ കാണും. ഖറഅത്തുൽ കിതാബ കുല്ലഹു എന്നുള്ളതിന് എന്താ വരിക? ജമീഅഹു. ഓക്കെ. ഹദറത്തുൽ കബീലത്തു കുല്ലുഹ ജമീഉഹ, ഇങ്ങനെ വരും. ഫാറഖ ഇഖ്വത്തുഹു കുല്ലുഹും ജമീഉഹും സൗജാത്തിഹി കുല്ലഹുന്ന ജമീഅഹുന്ന. ഇങ്ങനെ ഇതിനോട് യോജിച്ച് ഒമീറുകൾ ഈ രൂപത്തിൽ വരുന്നതാണ്, ഇങ്ങനെയും വരുന്നതാണ്. അപ്പോൾ കുല്ലി ജമീ എന്നുള്ള രൂപത്തിലും ഈ രൂപത്തിൽ എന്ത് ചെയ്യും? തഅക്കീദിൻ്റെ ലഫ്ളുകൾ വരാറുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, 2 പോയിന്റ് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഖ്തറൽ ജുംലത്ത് സഹിഹ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സെൻറ്റൻസ് കണ്ടെത്തുക. ഓക്കെ, ഏതാണത്? എല്ലാവർക്കും പറയാം. ഓക്കെ, ആൻസർ ഒന്ന് നോക്കാം അല്ലേ? ആൻസർ നിങ്ങൾ എഴുതിയ ആൻസർ 4ഉം ഏതാണ് പറഞ്ഞത്, ഏതാണ് തെറ്റെന്ന് നോക്കാം. ഹലറത്തു അല്ലെ, ഹലറത്ത്, ഹാലിറായി അത്തോലിബത്തേനി, അങ്ങനെ വരുമോ? ഇല്ല, ഹലറത്ത് തോലിബത്താനി എന്നാണ് വരിക അല്ലേ. തസ്നിയാണെങ്കിൽ അലിഫ് കൊണ്ടാണ് നസ്ബ് ഉണ്ടാവും, അപ്പോൾ അത് തെറ്റാണ്, അപ്പോൾ അത് ഒഴിവാക്കുക. ഹലറത്തു തോലിബത്താനി, അത് ശരിയായി. ഇപ്പോൾ കിൽത്തഹിമ എന്നുള്ളത് ശരിയാവില്ലേ? എവിടെ എന്താ വരണ്ടേ? തോലിബത്താനുള്ള ഫായിലിൻ്റെ സ്ഥാനത്താണ് കിൽത്താഹുമ എന്നാണ് വരേണ്ടത്, അപ്പോൾ അത് തെറ്റാണ്. ഇനി മൂന്നാമത് നോക്കൂ. ഹലറ തോലിബാനി, 2 വിദ്യാർത്ഥികൾ വന്നു. കിലൈഹിമ അല്ലേ, അവിടെ വരുമോ? യാവ് കൊണ്ട് റഫ് ഉണ്ടാവോ? ഇല്ല, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ 4മത്തതാണ് ശരി. ഹലറത്ത് അത്തോലിബത്താനി കിൽത്താഹും. അപ്പോൾ ആൻസർ അതാ വരിക, ഡി ആൻസർ. 4 എഴുതിയവർക്കാണ് ഉത്തരം ശരിയായത്. മൂന്നാമത്തത് റഅയ്തു ഡാഷ്, ഏതാണ് വരിക? ഓക്കെ, ജമീഅഹും എന്നവിടെ വന്നിട്ടുണ്ടല്ലേ, അപ്പോൾ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് തൊലബത്ത്, തോലിബാത്തി എന്ന് എഴുതിയത് ശരിയാവും. റഅയ്തു തോലിബാത്തി. അപ്പോൾ ജമീഅഹും എന്നുള്ള ലൊമീർ വെച്ച് നോക്കുമ്പോൾ ഈ തോലിബാത്തി എന്നത് ശരിയല്ല. ഇനി തുല്ലാബ് എന്ന് വെച്ച് നോക്കുമ്പോഴോ, റഅയ്തു മഫ്ഊലിൻ്റെ സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ തുല്ലാബ് എന്നുള്ളതും ശരിയല്ല. ഇനി നമുക്ക് 2 എടുക്കാണ്ട്. തൊലബത്ത്, തുല്ലാബ്. ജമീഅഹും എന്നുള്ള ലൊമീറും എടുക്കുമ്പോൾ തൊലബ എന്നുള്ളതും തുല്ലാബ് എന്നുള്ളതും ജമാണ്, 2ഉം ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? അവർ 1ഓ 4ഓ ആണ് ഉത്തരം. ഏതാണ് ഉത്തരം? നമ്മൾ പറഞ്ഞിരുന്നു മുഅക്കദ് എന്താണ് അല്ലേ? എന്തിനെയാണോ തഅക്കീദ് ചെയ്യുന്നത് എന്തായിരിക്കണം?
മൈരിഫയായിരിക്കണം. അപ്പോൾ തുല്ലാബ് എന്നതാണോ മൈരിഫ, അത്തൊലബ എന്നാണോ മൈരിഫ? ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരിക? അത്തൊലബ. ആൻസർ 1. ആൻസർ 1 എഴുതിയവർക്ക് പോയിൻ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾ ഓരോ കിട്ടിയ മാർക്ക് അവിടെ രേഖപ്പെടുത്തുക. 4-മത്തത് എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. യക്കൂലുൽ മുദരിസു ഇൻതബി. മുദരിസ് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് തരം താക്കീതാണ്? താക്കീദുൽ ലഫ്ലിയാണ് ബിയാത്തിൽ ഫീൽ. ഒരു ഫീലിനെ വീണ്ടും ആവർത്തിച്ച് ലഫ്ലിയായ താക്കീദാണ്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് ഇർഹമിൽ ഹെവാൻ കമാ ഇർഹമുൽ ഇൻസാൻ നഫ്സു. ഇതിൽ മഅനവിയായ താക്കീദ് ഏതാണ് ചോദിച്ചത്. ഇർഹം എന്നുള്ളത് ലഫ്ലിയായ താക്കീദാണ്. ചോദ്യം എന്താണ്? മഅനവിയായ താക്കീദ് കണ്ടെത്താനാണ്. അപ്പം നഫ്സുഹു എന്നുള്ളതാണ് ഇവിടെ മഅനവിയായ താക്കീദ്. ഓക്കെ, 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. PSC നെറ്റ് കേട്ടറ്റ് സെറ്റ് എല്ലാത്തിനും ഉപകരിക്കപ്പെടുന്ന, ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന, വളരെ മൈനസ് ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകൾ എടുത്ത് നഹ്വ് ഇൻഷാ അല്ലാഹ് കൈകാര്യം ചെയ്യുന്ന രൂപമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.